തൈ യും ത ഹ തൈ യും ത ക തൈ യും ത ഹ തൈ യും ത ഹ തൈ യും ത ക തൈ യും ത ഹ തൈ യും ത ക തൈ യും ത ഹ. എന്തായി കാണിക്കുന്നേ? ഞാൻ ഇങ്ങനെയാണോ പഠിപ്പിച്ചേ? ക്ലാസ്സിന് വരില്ല, ഒരു തവണയോട് കാണിച്ചു തരും. ശ്രദ്ധിക്ക്. തൈ യും ത ക തൈ യും ത ഹ തൈ യും ത ക തൈ യും ത ഹ. കണ്ടല്ലോ, ഇന്നത്തേക്ക് ഇത് മതി. നാളെ ഇത് ശരിയാക്കിയിട്ട് ബാക്കി പഠിക്കാം. എല്ലാരും നമസ്കരിച്ചോ. എടാ, നീ എന്നെ പോലെ തന്നെയാണോ? സ്കൂളിലൊന്നും പോകുന്നില്ലേ? ഇവനെയൊക്കെ എന്നാ ചെയ്യണം? എന്താ? അവർക്കൊക്കെ ചെലങ്കയുണ്ട്, എനിക്ക് മാത്രം അതൊന്നുമില്ല. ഞാൻ എത്ര നാളായിട്ട് പറയുന്നമ്മേ എനിക്ക് ഒരു ചെലങ്ക വാങ്ങിച്ചു തരാൻ. ചെലങ്ക? ഇവിടെ അരി മേടിക്കാൻ പൈസ ഇല്ല. ദേ നിന്റെ അച്ഛനോട് പോയി പറ. ചുമ്മാ അച്ഛാ അച്ഛാ അച്ഛാ. എന്താടി? ചിലങ്ക. ചെലങ്ക. ബാക്കിയുള്ളനും അച്ഛൻ നല്ല ആളാട്ടാ. എത്ര നാളായി ചിലങ്ക വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട്. വാങ്ങിച്ചു തരാടാ കേട്ടോ. അവനെയും കൂട്ടിക്കൊണ്ട് പോ. എന്നേലും കിട്ടിയ അപ്പ ഇട്ട് ആളിച്ചോളൂ. ദേവു, ഞാൻ അങ്ങോട്ട് ഇറങ്ങാണേ. ആ ലോണൊന്ന് ശരിയാക്കി തരുമോ മെമ്പറേ? നിനക്ക് ഞാൻ ശരിയാക്കി തരാം. ചേച്ചി എങ്ങോട്ടാണ്? ചേട്ടൻ വണ്ടിക്ക് ഉണ്ടാക്കി തരാം. വേഗം നടക്ക്. ചേട്ടനെ 2 പുകതട, നാളെ തിരിച്ചു തരാം. ഒന്ന് ഒതുങ്ങിയിരിക്കട പോയി. അങ്ങനെ തന്നെ ഉന്തി താഴത്തിടല്ലേ. ചേട്ടർ മക്കളെ, ഇന്ത്യയൊക്കെ കൂടി ഇരുന്നാലേ പുകഞ്ഞു പോയി. എന്താണോ എന്താ ചേച്ചി പ്രശ്നം? എന്താന്നറിയില്ല മോനെ, ഒരു ബോഡി കിടക്കുക. അയ്യോ, ബോഡിയോ? എന്റെ ദൈവമേ. ആ തുണിയൊന്ന് മാറ്റിക്കടോ. ഏരിയയെല്ലാം നല്ലോണം നോക്കിക്കോ. ഈ തലയുടെ ഭാഗം നോക്കി.
ഉം. ഈ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ട് സാറേ. ഉം? ആരെ? അത് സാറേ ഇവിടെ പൂവാലന്മാരെ ശല്യമുണ്ട്. ഉം. ഉം. പൂവാലന്മാർ നിന്നെ ശല്യം ചെയ്തിട്ടുണ്ടോ? ഉം? ഇല്ല സാറേ. കോടതിയിലൊന്നും പറയാൻ പറ്റുമോ? ഉം? പറയാം. ശരി. മെമ്പറേ, മെമ്പറിന്റെ ഒരു അന്നനടേ. നിക്ക്. ആ ദാസനോ? എന്റെ മെമ്പറെ, വീടിന്റെ കാര്യം ഈ വർഷം എങ്ങാനും നടക്കുവോ? എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ, അവരെല്ലാം ശരിയാക്കി തരും. നടന്നാ കൊള്ളാം. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ഗ്ലാമറൊക്കെ പോയി. പോലീസിന് ആരെങ്കിലും സംശയം ഉണ്ടായിട്ടാ? ഏ? അല്ല, രാവിലെ നടന്ന ആ കുട്ടിയുടെ പ്രശ്നം. ആഹാ, അത് ശരി. നീ ഇത് മനസ്സിൽ വെച്ചോണ്ടിരിക്കാണ്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്തോ പോലെ ഇതൊക്കെ കേട്ടിട്ട്. എന്ത് ചെയ്യാനാ? നമ്മുടെ സണ്ണിയില്ലേ, ആ, സണ്ണിയുടെ മോനെയും കൂട്ടുകാരെയും സംശയമുണ്ടെന്നാ പറയുന്നത്. പേടിയാവുക ഇതൊക്കെ കേട്ടിട്ട്. എന്ത് ചെയ്യാനാണ് മോളെ, ഇതാണ് കാലം. എന്തായാലും അമ്മൂനെ നാളെ ഓട്ടോയിൽ കൊണ്ടുപോകാൻ ഞാൻ ഉണ്ണിയോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ? ആ, ആ, അതെന്തായാലും നന്നായി. ഇവൻ ഉറങ്ങിയോ? ഇവള് മുടിഞ്ഞ പഠിത്തമാണല്ലോ. ഓ, ഡോക്ടറായ അടങ്ങുള്ളന്നാ തോന്നുന്നത്. അച്ഛാ, ആ, നാളെ എനിക്ക് ചിലങ്ക വാങ്ങിച്ചു തരത്തില്ലേ? നാളെ എന്തായാലും എൻ്റെ കുട്ടിക്ക് ഞാൻ ചിലങ്ക വാങ്ങിത്തരാം കേട്ടാ. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ട്. ഞാനും വരണോ? അയ്യോ, വരാങ്ങടെ സമയം കൊണ്ടാറ്. ആ, വരുന്നുണ്ടല്ലോ, വനമാല വരുന്നുണ്ട്. ഓ, പെട്രോൾ തീർന്നു. അയ്യോ, ശരി. മോള് വീട്ടിലുണ്ട്, ഞാൻ ഇപ്പൊ വരാട്ടോ. എന്നാലും ഇവിടെ ദാസ, ആ കൊച്ചിന്റെ കാര്യം വൃത്തികെട്ടന്മാരുടെ കാലമല്ലടാ, പറഞ്ഞിട്ട് കാര്യമില്ല. മേഡം ഒരു മിനിറ്റ്. ആരാന്ന് നോക്കട്ടെ. ആ, ഹലോ ചേട്ടാ, ആ. ഞാൻ ഉണ്ണിയാ. ആ. ചേട്ടൻ വേഗം വീട്ടിലോട്ടൊന്ന് വാ, എന്താടാ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. നീ എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട്, പെട്ടെന്ന് വാ. ആ, വരുന്നു. ഞാൻ വരാം. എടാ ദാസ, അവിടെ നിന്നേ. എടാ എടാ, എന്തോ എന്താ എന്തോ ഒരു പ്രശ്നം? പ്രശ്നമുണ്ട്. എന്നാടി? എന്നാ എന്റെ കൊച്ചിന് എന്നാ? എന്നാ മോളെ? എന്നാടി ഇത് മോളെ? എന്നാ സംഭവം? എന്റെ കൊച്ചേ, മോളെ, എന്നാടി ഇത്? എടി, എൻ്റെ മോളെ, എൻ്റെ വാ, ഇതൊക്കെ വാ.
നമ്മുടെ മുത്ത. പൊന്നെ മാറ് മാറ്. കൊച്ചിൻ്റെ ഒന്ന് പോടാ എൻ്റെ കൊച്ചിൻ്റെ. മോളെ എടീ നിന്റെ സ്വപ്നം അത് കേട്ടോ. കളി ഡാൻസ് കാണണ്ടേ ഇവിടെ? ഇവരോട് പറ ഡാൻസ് കളിക്കാൻ പറ. ഡാൻസ് കളിക്കാൻ പറ. മോളെ ഇതൊക്കെ ചെലങ്ക കൊണ്ട് കാലി കെട്ടി തന്നില്ലേ, പിന്നെന്താ കളിച്ചാലെന്താ? അല്ലേ കളിക്ക് ഓ നടക്കടാ നടക്കാൻ അടിക്കടാ. നിന്നെ അടിച്ച് കൊന്നില്ല പിന്നെ. ആഹാ നടക്കാം. അത് ശരി. കത്തിച്ചിട്ട് പോവാൻ നോക്കടാ. സാറേ, കാലത്ത് ഇവര് മോളെ ശല്യം ചെയ്യണത് ഞാൻ കണ്ടതാ. ഓ ആ ആ ആ ഇവരാണെന്ന് നിനക്ക് എന്താടി തെളിവ്? നീ വന്ന് കോടതി സാക്ഷി പറയുമോ? ഓ തെളിവ് തന്നാ സാറ് കുറെ അറസ്റ്റ് ചെയ്യും. ഡയലോഗ് അടിക്കാതെ കത്തിച്ചളഞ്ഞിട്ട് പോവാൻ നോക്കടാ. നിനക്കുള്ളത് ഞാൻ തരാം. എങ്ങനെ തോന്നിയിടാ നിനക്ക് കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ? ദാസേട്ടാ ഇവൻ മതി, അഭിനയം മതി. ദാസേട്ടൻ എന്തായി പറയുന്നേ? ഒന്നും പറയണ്ട. എൻ്റെ മോൾ എന്നോടെല്ലാം പറഞ്ഞു. മോളെന്ത് പറഞ്ഞെന്നാ? ഞാനാണോ? അതിനെന്താ തെളിവ്? തെളിവ് അല്ലേ? എൻ്റെ തെളിവാടാ ദേ ഈ കത്തിത്തീരുന്നത്. അപ്പൊ ഞാനാണെന്നങ്ങ് ഉറപ്പിച്ചല്ലേ? അതേടാ, നിന്റെ മകളെ മാത്രമല്ല, ഒരുപാടെണ്ണത്തിന് അതെനിക്കൊരു ലഹരിയാ. ഈ കൈ കിടന്ന അവള് പിടച്ച നീ എന്താന്ന് വെച്ചാൽ അങ്ങ് ഉണ്ടാക്ക്. അണയാത്ത സൂര്യനും അടറാത്ത ഭൂമിയും നിയമത്തിലെന്നേ മരിച്ചു, നീതി നിയമത്തിലെന്നേ മരിച്ചു.
കാമത്തിൻ വെറി പൂണ്ട കാൽപ്പനിക ലോകത്തിൽ മാനത്തിനെന്തേ പ്രസക്തി? സ്ത്രീ മാനത്തിനെന്തേ പ്രസക്തി? അധികാരമെന്തിനാ അച്ഛനല്ലേ അവകാശമല്ലേ ജന്മം? നിയമത്തിന്റെ അധികാരം തോൽക്കുന്നിടത്ത് മക്കളുടെ അധികാരം ഓരോ അച്ഛനമ്മമാർക്കാ. കൊല്ലവനെ. അതെ, നിയമത്തിന്റെ അധികാരം തോൽക്കുന്നിടത്ത് മക്കളുടെ അധികാരം ഓരോ മാതാപിതാക്കൾക്കുമാണ്. നമ്മുടെ മക്കളുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണ്. ഒരു നിഴൽ പോലും സ്പർശിക്കാതെ അവരെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ മാത്രം കടമ.